ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇത് കോളിഫ്ലവർ ലവേഴ്സിലും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കേണ്ടതായിട്ട് തന്നെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയെങ്കിൽ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ല പാങ്ങിൽ ക്ലീൻ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. വലിയ പീസായിട്ട് തന്നെ വേണം, നല്ലോണം ചെറുതായാൽ ഇത് അത്ര വലിയ പാങ്ങുണ്ടായില്ല. അതാ ഈ ഒരു സൈസിൽ കട്ടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബോയിലാക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ബോയിലാക്കുന്ന ടൈമിൽ നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇത് ഇതിൽ എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. ഓവറായിട്ട് കുക്കാക്കിയിട്ട് എടുക്കണമെന്നൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ഉപ്പ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ബോയിലാക്കുന്ന ടൈമിൽ അങ്ങനെ അതാ കോളിഫ്ലവർ ഒരു 5 മിനിറ്റ് കുക്കാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നോർമലായിട്ടുള്ള വാട്ടർ ഇല്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് മാരിനേഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇത് ട്രൈ ആക്കി നോക്ക്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്, കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയും ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഇട്ടാൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വരും. എന്നിട്ടായിട്ട് നല്ല ഇതിലൊന്ന് ഇത് മിക്സ് ആക്കിയിട്ടായിട്ട് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലോണം ലൂസായി പോകണ്ട, ഇത് ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വേണം. നല്ലോണം ലൂസായാൽ കോളിഫ്ലവറിൽ അങ്ങനെ മാരിനേഷൻ ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ നല്ല ഇതിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നേരത്തെ കോളിഫ്ലവർ ബോയിലാക്കുമ്പോൾ ഉപ്പിട്ടിനല്ല, അതുകൊണ്ട് നോക്കിയിട്ട് ഓവറാവാതെ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കാക്കിയിട്ട് വെച്ച കോളിഫ്ലവർ ഇല്ലേ, അതിട്ടിട്ട് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ കോളിഫ്ലവർ വലുതായിട്ട് കട്ടാക്കിയാലേ കാണാനും നല്ല രസമുണ്ടാവും, പിന്നെ കഴിക്കുന്ന ടൈമിൽ നല്ലോണം തിന്നായാൽ വലിയ പാങ്ങുണ്ടായില്ല. ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലയിലും നല്ലതിൽ കോട്ടായിട്ട് വരണം. എന്നിട്ടായിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഓയിൽ കുറേ ഒഴിക്കണമെന്നൊന്നുമില്ല, കുറച്ച് ഓയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്താലില്ലേ ഇതിങ്ങനെ ഒന്നാകെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് ആ ഒരു ക്രിസ്പി ടെക്സ്ചറൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും, വേഗം ഇത് വെന്തിട്ടും കിട്ടും. അങ്ങനെ ഇതാ കോളിഫ്ലവർ നല്ലതിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നിന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കണം. കോളിഫ്ലവർ ലവേഴ്സ് എല്ലാം എന്തായാലും ട്രൈ ആക്കി വെക്ക്, ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഈവനിങ് ചായൻ്റെ ഒക്കെ എല്ലാം കഴിക്കാനില്ലേ നല്ല രസമാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള കോളിഫ്ലവർ ഫ്രൈ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്ക്. ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.